സുഖാണല്ലേ? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ചർച്ച ചെയ്തത്? യെസ്, ചേര, ചോള, പാണ്ഡ്യാസ്, the Moondas, and the Pandya's capital is Madurai. They were patrons of literature. The poet's assembly of Pandya is called Sangam. They wrote several types of literatures, poems, stories, and other types of literature. ഈ പാണ്ഡ്യന്മാരുടെ ഒരു അസംബ്ലി ഉണ്ടായിരുന്നു, കവികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, അതാണ് സംഘം. അവരെഴുതിയിരുന്ന സാഹിത്യങ്ങൾ സംഘം ലിറ്ററേച്ചർ എന്ന് പറയും. ഈ സംഘം ലിറ്ററേച്ചറിൽ നമുക്ക് വായിച്ചാല് ഈ പണ്ട് കാലത്തുള്ള തമിഴകത്തിലെ ജനങ്ങളെ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മെഗാലിത്തിക് മോണുമെന്റ്സ്, ഇങ്ങനെയുള്ള കുടക്കല്ല്, തൊപ്പിക്കല്ല്, നന്നങ്ങാടി, ഇതൊക്കെ നമുക്ക് പരിശോധിച്ചാല് ആ ജനങ്ങളുടെ ഒരു സവിശേഷത, ക്യാരക്ടേഴ്സ്, ഫീച്ചേഴ്സ് we can understand easily. ഓക്കേ, ഇനി മാത്രമല്ല ഈ ഒരു പഴന്തമിഴ് പാട്ടുകളിൽ നിന്ന്, ഈ ഒരു സംഘം ലിറ്ററേച്ചറിൽ നിന്ന് we can understand several information about this Tamil people. ഈ തമിഴകത്തിലെ സൗത്ത് ഇന്ത്യയിലെ അയൺ ഏജിലെ പീപ്പിളിനെ കുറിച്ചിട്ട്, ജനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഈ കവിതകളിൽ നിന്ന്, ഈ സംഘം ലിറ്ററേച്ചറിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, the Sangam literature tell us that the ancient Tamilagam was classified into 5 geographical regions. They were known as Thenai. Each Thenai had its own geographical features. എന്താണ് പറയുന്നത്? ഈ സംഘം ലിറ്ററേച്ചർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടുത്തെ ജനങ്ങളെ 5 ഭാഗങ്ങളിലായിട്ടാണ്, 5 ജോഗ്രഫിക്കൽ ഭാഗങ്ങളിലായിട്ടാണ്, 5 ഭൂപ്രദേശങ്ങളിലായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. They were settled in 5 geographical areas. ഒന്ന് കുന്നിലായിരിക്കാം, ഒന്ന് എന്തായിരിക്കാം, ആ കുന്നിന്റെ താഴ്ഭാഗങ്ങളിലായിരിക്കാം, മറ്റേത് കടൽ തീരങ്ങളിലായിരിക്കാം, മറ്റേത് വനങ്ങളിലായിരിക്കാം, ചിലപ്പോ ഒന്നുമില്ലാത്ത വരണ്ട പ്രദേശങ്ങളിലായിരിക്കാം. ഇതാണ് 5 സ്ഥലങ്ങളിൽ എന്ന് ഉദ്ദേശിച്ചത്. ഈ സ്ഥലങ്ങൾക്കൊക്കെ പ്രത്യേക പേരുകളുണ്ട്. These 5 geographical areas of ancient Tamilagam known as Thenai. തിണായി എന്നായിരുന്നു ഈ 5 ജോഗ്രഫിക്കൽ, ഈ 5 ഭൂപ്രദേശത്തെ പറഞ്ഞിരുന്നത്. തിണായി, ഏതൊക്കെയാണ് നോക്കണേ? നമ്മൾ പറഞ്ഞു തിണ എന്ന് പറഞ്ഞ 5 ഭാഗങ്ങളിലായിട്ടാണ് ആൻഷ്യന്റ് തമിഴകത്തിലുള്ള ജനങ്ങള് താമസിച്ചിരുന്നത്. ഏതൊക്കെയാണ് 5 സ്ഥലങ്ങള്? 1 കുറിഞ്ചി, 2 മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി എന്ന് പറഞ്ഞത് നോക്കൂ, ഹില്ലി സോണാണ്, കുന്ന് പ്രദേശമാണ് കുറിഞ്ചി. കുറിഞ്ചി എന്ന് പറഞ്ഞത് ഹില്ലി സോൺ, കുന്ന് പ്രദേശം. രണ്ടാമത്തതോ മുല്ലൈ എന്ത് പ്രദേശമാണ്? ജംഗിളും ഗ്രാസ് ലാൻഡും ആണ്, അതായത് കാട് പ്രദേശമാണ്, നല്ല പച്ചപ്പുള്ള പ്രദേശമാണ് മുല്ലൈ എന്ന് പറഞ്ഞത്, മുല്ലായി. മൂന്നാമത്തത് പാലൈ. പാലൈ ഡ്രൈ ലാൻഡ്, ഡെസേർട്ടാണ്, മരുഭൂമിയാണ്, വരണ്ട പ്രദേശമാണ്, ഡ്രൈ. നാലാമത്തത് ഏതാണ്? മരുതം. മരുതം എന്ന് പറഞ്ഞത് അഗ്രികൾച്ചറൽ ഫീൽഡാണ്, നല്ല കൃഷി ഉണ്ടാക്കുന്ന നല്ല പച്ചപ്പുള്ള മറ്റൊരു പ്രദേശമാണ് മരുതം എന്ന് പറയുന്നത്, അഗ്രികൾച്ചറൽ ഫീൽഡ്. ഏറ്റവും ലാസ്റ്റത്തത് നോക്കൂ, നെയ്തൽ. ലാസ്റ്റത്തെ ജോഗ്രഫിക്കൽ ഏരിയ ഏതാണ്? നെയ്തൽ. ഇത് കോസ്റ്റൽ ഏരിയയാണ്, കോസ്റ്റൽ സോണാണ്, അതായത് തീരപ്രദേശമാണ്, കടൽ തീരത്തുള്ള പ്രദേശമാണ്. അപ്പോൾ കുറിഞ്ചി കുന്ന് പ്രദേശം, മുല്ലൈ നല്ല പച്ചപ്പുള്ള പ്രദേശം, പാലൈ ഡ്രൈ ലാൻഡ് വരണ്ട പ്രദേശം, മരുതം അഗ്രികൾച്ചറൽ ഫീൽഡ് നല്ല കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം, നെയ്തൽ
കോസ്റ്റൽ സോൺ തീരപ്രദേശം എന്നിങ്ങനെ 5 പ്രദേശങ്ങളായിട്ട് 5 സോണുകളായിട്ട് 5 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു കേട്ടാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുല്ലശ്ശേരി, മരുതൂര്, അതുപോലെ തന്നെ പാലക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ? പാലക്കാട് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ് പാലക്കാട്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറിഞ്ചി, മുല്ലി, പാലൈ, മരുതം, നെയ്തൽ എന്നീ 5 തിണകളിൽ ഏതിനോടാണ് ഇത് സിമിലാരിറ്റി ഉള്ളത്? പാലക്കാട്. യെസ്, പാലൈ. ഇറ്റ് ഈസ് ഡ്രൈ ലാൻഡ്. പാലക്കാട് എന്ന് പറയുന്നത് പണ്ട് കാലത്തുള്ള അൻഷന് തമിഴകത്തിലുള്ള പാലയിൽപ്പെട്ട സ്ഥലമാണ്, വരണ്ട പ്രദേശമാണ് പാലൈ. പാലൈ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പാലൈ. മുല്ലശ്ശേരി എന്ന് പറയുന്നതോ? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മുല്ലൈ. പിന്നെ മരുതൂർ എന്ന് പറയുന്നതോ? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മരുതം. ഇവിടെയുള്ള സ്ഥലങ്ങളായിരുന്നു പിന്നീട് ഇങ്ങനെ നാമകരണം പെട്ടത്. പിന്നീട് ഇങ്ങനെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള കാരണം, പിന്നീട് ഈ സ്ഥലങ്ങൾക്ക് ഈ നെയിം കിട്ടാനുള്ള കാരണം കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. ഇറ്റ് ഈസ് സോ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് സംഭവം പഠിച്ചാല്. ഇതെന്താണ്? 5 ജോഗ്രഫിക്കൽ ഏരിയാസ് ഓഫ് ആൻഷ്യന്റ് തമിഴകം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ, അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യ, അല്ലെങ്കിൽ മെഗാലിത്തിക് പീപ്പിൾ. ഈ മെഗാലിത്തിക് പീപ്പിളിന്റെ ഈ അയൺ ഏജ് ഇൻ സൗത്ത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ 5 സ്ഥലങ്ങളാണ്, അവർ ജീവിച്ചിരുന്ന 5 ജോഗ്രഫിക്കൽ ഏരിയാസ്, 5 സ്ഥലങ്ങളാണ് തിണൈൽസ്. കുറിഞ്ചി, മുല്ലൈ, പാലം, മരുതം, നെയ്തൽ. Pepper was abundantly cultivated in the Kurinji region during this period. The foreign traders came to the coastal towns of South India in search of pepper. The features of this age are depicted in the literary works of the period. എന്ന് പറഞ്ഞാൽ എന്താണ്? കുറിഞ്ചി ഏരിയകളിൽ, അതായത് ഹില്ലി ഏരിയകളിൽ, കുന്നുകളുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? that is pepper. അത് കുരുമുളകാണ്. പെപ്പർ. Pepper is cultivated. Pepper was cultivated in Kurinji areas of ancient Tamilagam, and several foreigners they attracted these pepper. Foreigners, വിദേശികൾക്ക് ഈ ഒരു പെപ്പറിന് ഒരു കണ്ണുണ്ടായിരുന്നു. അവിടെ നല്ല പെപ്പർ ഉണ്ട്, അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള ഒരു കണ്ണുണ്ടായിരുന്നു. ആർക്ക്? ഫോറിനേഴ്സിന്, വിദേശികൾ. അങ്ങനെ ഇവരെ സൗത്ത് ഇന്ത്യയിലേക്ക് കച്ചവടങ്ങൾ പല ട്രേഡ് റൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കരമാർഗവും കടൽ മാർഗവും, ലാൻഡ് റൂട്ട് ആൻഡ് സീ റൂട്ട്. ഇനി നോക്കൂ, ഇതെല്ലാം നമുക്ക് അവരുടെ ലിറ്ററേച്ചറിൽ നിന്ന്, അവരുടെ സ്വന്തം ലിറ്ററേച്ചറിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറിഞ്ചി ഉണ്ടായിരുന്നു, മുല്ല ഉണ്ടായിരുന്നു, മരുത് ഉണ്ടായിരുന്നു, നെയ്തൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ, പാലേ നെയ്തൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതിൽ നിന്നൊക്കെയാണ്? അവരുടെ ലിറ്ററേച്ചർ, അവരുടെ കവിതകളിൽ നിന്നൊക്കെയാണ്. ഈ കവിത നോക്കൂ. തോണികൾ വഴി കരയിലെത്തുന്നു. മലയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും കരയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളും ചേർത്ത് അർത്തികൾക്ക് കൊടുക്കുന്നു. ഇതൊരു കവിതയാണ് അല്ലേ? ഇതെന്ത് കവിതയാണ്? സംഘം ലിറ്ററേച്ചറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വരികളാണ്. സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ആൻഷ്യന്റ് തമിഴകത്തിലെ ജനങ്ങളെ എഴുതിയിട്ടുള്ള വർക്കാണ് സംഘം ലിറ്ററേച്ചർ. അതിന്ന് കിട്ടിയതാണിത്. അപ്പൊ ഇത് എന്ത് മനസ്സിലാക്കാം നമുക്ക്? അവിടെ ട്രേഡ്, കച്ചവടം നടന്നിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് വിവരങ്ങളെ? ഫസ്റ്റ്ലി ഗുഡ്സ് വേർ എക്സ്ചേഞ്ച്ഡ് ഇൻ തിണൈ. തിണകളില് 5 സ്ഥലങ്ങളിലും ഗുഡ്സുകള്, സാധനങ്ങള് പരസ്പരം എക്സ്ചേഞ്ച്, കൈമാറിയിരുന്നു. സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു. രണ്ടാമത് എന്ത് വിവരം നമുക്ക് കിട്ടുന്നത്? ട്രേഡ് ഓഫ് പെപ്പർ ഫ്ലറിഷ്ഡ്. നല്ല കുരുമുളകിന്റെ
കച്ചവടം അവിടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തതോ, ലംസ് ഓഫ് ഗോൾഡ് were received in return. ഗോൾഡ് കോയിൻസ് ഒക്കെ ഇതിന് പകരമായിട്ട് നമുക്ക് കിട്ടിയിരുന്നു. നമ്മൾ കുരുമുളക് അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് കോയിൻ ഇങ്ങോട്ട് കിട്ടും. പിന്നെന്ത് വിവരം നമുക്ക് കിട്ടുന്നത് സംഘ ലിറ്ററേച്ചറിൽ നിന്ന്? നാലാമത്തെ നോക്കൂ, there were overseas trade relation. കരമാർഗം മാത്രം, റോട്ടിൽ കൂടെ മാത്രമല്ല കച്ചവടം ഉണ്ടായിരുന്നത്. ഓവർസീ എന്ന് പറഞ്ഞാൽ എന്താ? കടൽ മാർഗവും സമുദ്രമാർഗവും എന്തുണ്ടായിരുന്നു? കച്ചവടം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റത്തതോ എന്ത് വിവരം കിട്ടണത്? അതെ, ട്രേഡേഴ്സ് കെയിം ഇൻ സെർച്ച് ഓഫ് അതർ ഗുഡ്സ് ബിസൈഡ്സ് പെപ്പർ. പെപ്പർ മാത്രമായിരുന്നില്ല അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. പെപ്പർ മാത്രമായിരുന്നില്ല അവർ പരസ്പരം കൈമാറിയിരുന്നത്. പലതരത്തിലുള്ള ഗുഡ്സുകളും പലതരത്തിലുള്ള സാധനങ്ങളും ട്രേഡേഴ്സ്, കച്ചവടക്കാര് പരസ്പരം കൈമാറിയതായിട്ട് നമുക്ക് എന്തിൽ നിന്ന് വിവരം കിട്ടുന്നുണ്ട്? സംഘം ലിറ്ററേച്ചറിൽ നിന്ന്, സംഘം സാഹിത്യത്തിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് 5 geographical areas എന്തായാലും പറയാം. Tinais of South India, Tinais of Megalithic period, Tinais of Tamilnadu. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കി. കുറിഞ്ചി, മുല്ലൈ, പാലം, മരുതം, നെയ്തൽ.